നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LP UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അതിലിപ്പോൾ നമ്മൾ നോക്കുന്ന എന്ത് മേഖലയെന്ന് വെച്ചാൽ ഏതാണ്? വിവര വിനിമയ സാങ്കേതിക വിദ്യയും അതിൻ്റെ സാധ്യതകളും എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഏതൊക്കെയാണ്? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര ദർശനം രൂപപ്പെടുന്നത് മുതൽ നമ്മൾ ക്ലാസ് തലത്തിലുള്ള പാഠാസൂത്രണവും വിഭവ നിർമ്മാണവും ക്ലാസ് വിനിമയവും മൂല്യനിർണ്ണയവും തുടർ പ്രവർത്തനവും വരെയുള്ള എല്ലാ രംഗങ്ങളിലും ഈ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം എന്ന് പറയുന്നത് വളരെ സാധ്യമായ രീതിയിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര ദർശനം രൂപപ്പെടുന്നത് മുതൽ ക്ലാസ് തലത്തിലുള്ള പാഠാസൂത്രണവും വിഭവ നിർമ്മാണവും ക്ലാസ് വിനിമയവും മൂല്യനിർണ്ണയവും തുടർ പ്രവർത്തനങ്ങളുമെല്ലാം എല്ലാ രംഗങ്ങളിലും എന്താണ് ഈ വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോഗം എന്ന് പറയുന്നത് സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രായോഗികമായിട്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത അമൂർത്തമായ ആശയങ്ങൾ, സൂക്ഷ്മജീവികളുടെ ചലനങ്ങൾ, സങ്കീർണമായ ജീവൽ പ്രശ്നങ്ങൾ, അപകടകരമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ സ്റ്റിമുലേഷനുകൾ തുടങ്ങിയവയൊക്കെ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ഈ വിവര വിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഡിജിറ്റൽ റിസോഴ്സുകൾ ശേഖരിക്കുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അല്ലേ? ഡിജിറ്റൽ റിസോഴ്സുകൾ ശേഖരിക്കുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. വിക്കിപീഡിയയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള 15,000-ഓളം സ്കൂളുകളുടെ വിവരങ്ങൾ ശേഖരപ്പെടുത്തിയിട്ടുള്ളൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. വിക്കിപീഡിയയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള 15,000-ഓളം സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൻ്റെ പേരാണ് സ്കൂൾ വിക്കി എന്നാണ് പറയുന്നത്. ഈ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് അല്ലേ? സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികളെ വിവരങ്ങളുണ്ടാകും അല്ലെ? സ്കൂളിൻ്റെ ഭൂപടങ്ങൾ ഉണ്ടാവും, സ്കൂളിൻ്റെ വെബ്സൈറ്റ് അതിലുണ്ടാവും, ആ സ്കൂളിലുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ അതിലുണ്ടാവും, കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാ സാഹിത്യ സബര്യകൾ അഥവാ രചനകൾ അതിലുണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്? നമുക്ക് സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇതാണ് സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട് കേട്ടോ. ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വിവരങ്ങളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് ജിംബ് എന്നും ഷട്ടർ എന്നും പറയുന്നത്. അപ്പോൾ ജിംബ് എന്നും ഷട്ടർ എന്നും പറയുന്ന സോഫ്റ്റ്വെയറുകൾ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങളിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അതാണ് IT സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? IT സ്കൂളാണ്. IT@school എന്നാണ് പറയുന്നത്. അപ്പോൾ IT@school GNU/Linux 18.048 ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബാണ് DLGUI എന്നാണ് പറയുന്നത്. ഇനി വീണ്ടും നോക്കിയാൽ എന്താണ്? ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ? ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് IT@school GNU/Linux 18.0408 എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തിക്കുന്ന ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്ററുണ്ട് അല്ലേ? ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്ററാണ് KDN ലൈവ് എന്ന് പറയുന്നത്. പിന്നെയോ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് ശബ്ദം നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് ശബ്ദം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഉബുണ്ടുവിൽ പ്രവർത്തിക്കുന്ന ഒഡാസിറ്റി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് ശബ്ദം നൽകുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഉബുണ്ടുവിൽ പ്രവർത്തിക്കുന്ന ഒഡാസിറ്റി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ പ്രവേശനം, സ്കോർ രേഖപ്പെടുത്തിയ ഗ്രേഡ് നിർമ്മാണം ഇവയൊക്കെ ഇതിൽ സാധിക്കുന്നതാണ്. അപ്പോൾ സ്കൂളുകളിലെ അധ്യാപകർക്ക് വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ പ്രവേശനം, സ്കോർ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രേഡ് നിർമ്മാണം എന്നിവയൊക്കെ സാധിക്കുന്നതാണ്. ഉച്ചഭക്ഷണ പദ്ധതി അല്ലെ? ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയെ സംബന്ധിച്ച് വിവരങ്ങൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും നിഗമനത്തിലെത്തുന്നതിനും സഹായകമായിട്ടുള്ള സോഫ്റ്റ്വെയറാണ് LibreOffice Calc എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ പ്രവേശനം, സ്കോർ രേഖപ്പെടുത്തിയുള്ള ഗ്രേഡ് നിർമ്മാണം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയെ സംബന്ധിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും നിഗമനത്തിലെത്തുന്നതിന് സഹായകമായ
സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ് കാൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ. വിദ്യാഭ്യാസ മേഖലയിലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളും വിവരവിനിമയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് ഇ ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇ ലേണിംഗ് അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളും വിവരവിനിമയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുള്ള പഠനമാണ് ഇ ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ എന്നാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ എന്നാണ്. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ പൊതുവെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും, അല്ല, വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, കുട്ടികൾക്കും അധ്യാപകർക്കും പഠനം, പരിശീലനം, ബോധനം എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളാണ് അത്. ഇപ്പോൾ കുട്ടികൾക്കും അധ്യാപകർക്കും പഠനം, പരിശീലനം, ബോധനം എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് എന്താണ്? അധ്യാപകർക്ക് ബോധന പ്രക്രിയയിൽ ഉപയോഗിക്കാനായിട്ട് വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് രണ്ടാമത്തേത്. അധ്യാപകർക്ക് ബോധന പ്രക്രിയയിൽ ഉപയോഗിക്കാനായിട്ട് വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് രണ്ടാമത്തെ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അതിൽ കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ഉദാഹരണങ്ങളാണ് ടാക്സ് പെയിൻറ്റ്, ജികോംബ്രിസ്, ജിയോജിബ്ര, ഫെറ്റ്, സ്റ്റെലേറിയം എന്നിവ. കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് ടാക്സ് പെയിൻറ്റ്, ജികോംബ്രിസ്, ജിയോജിബ്ര, ഫെറ്റ്, സ്റ്റെലേറിയം എന്നിവ. ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും പുതിയ പതിപ്പ് പുറത്തിറക്കാനും അത് മറ്റുള്ളവർക്ക് നൽകാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും പുതിയ പതിപ്പ് പുറത്തിറക്കാനും അത് മറ്റുള്ളവർക്ക് നൽകാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 1983-88 കാലഘട്ടങ്ങളിൽ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് റിച്ചാർഡ് മാത്യു സ്റ്റാൽമാനാണ്. അല്ലേ, റിച്ചാർഡ് മാത്യു സ്റ്റാൽമാനാണ് 1983-ലാണ് കേട്ടോ, 1983 സോഫ്റ്റ്വെയർ, അല്ലെ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയുടെ പേരാണ് റിച്ചാർഡ് മാത്യു സ്റ്റാൽമാൻ എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ഇദ്ദേഹം ആരംഭിച്ചതാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ആരെന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് മാത്യു സ്റ്റാൽമാനാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. 1985-ലാണ് ഇദ്ദേഹം ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ഇനി പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ഏത് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ഒന്ന് ടക്സ് പോയിൻ്റ് ആണ്. അല്ലേ, ടക്സ് പോയിൻ്റ് പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറാണ് ടക്സ് പോയിൻ്റ്. പിന്നെ പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ ടക്സ് പെയിൻറ്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കാനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ ടക്സ് പെയിൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുട്ടികളുടെ ചിത്രരചനാശേഷി വികസിപ്പിക്കാനായിട്ട് അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കുട്ടികളിലെ ചിത്രരചനാശേഷി വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ടക്സ് പെയിൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി ജികോംബ്രിസ് എന്ന് പറയുന്നുണ്ടല്ലേ, ജികോംബ്രിസ്, അതെന്താണ്? ജികോപ്രിസ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് ജികോംബ്രിസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് ജികോംബ്രിസ് എന്ന് പറയുന്നത്. ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠന അനുഭവങ്ങൾ നൽകാൻ ജികോംബ്രിസ് എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് സാധിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠന അനുഭവങ്ങൾ നൽകാനായിട്ട് ജികോംബ്രിസ് എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് സാധിക്കുന്നത്. ഇനി നമുക്ക് ജിയോജിബ്ര എന്താണ് എന്ന് നോക്കാം. അല്ലെ, ജിയോജിബ്ര എന്താണ്? ജിയോജിബ്ര ജാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര എന്നത്. അപ്പോൾ ജാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഫേറ്റ് ഉണ്ട്. എന്താണ് ഫേറ്റ്? സയൻസ് പഠനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയറാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് പഠനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഫേറ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെലേറിയം ഉണ്ട്. എന്താണ് സ്റ്റെലേറിയം എന്ന് നമുക്ക് നോക്കാം. അല്ലെ, സ്റ്റെലേറിയം എന്താണ്? GPL അനുമതി പത്രമുള്ള ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയമാണ് സോഫ്റ്റ്വെയർ സ്റ്റെലേറിയം എന്ന് പറയുന്നത്. അപ്പോൾ GPL അനുമതി പത്രമുള്ള ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയറാണ് സ്റ്റെല്ലേറിയം എന്ന് പറയുന്നത്. നക്ഷത്രഗണങ്ങളും അവയുടെ ആകൃതിയും അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെ പേരും അവയുടെ തിളക്കവും അവയിലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നക്ഷത്രഗണങ്ങളും അവയുടെ ആകൃതിയും അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെ പേരും അവയുടെ തിളക്കവും അവയിലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിൽ
ഏറ്റവും പ്രചാരത്തിലുള്ളതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നത്. അതിൽ ഫ്ലോസ് FLOSS ഉണ്ട്, അതാണ് ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയറാണ് K-ജോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയറാണ് K-ജോഗ്രഫി എന്ന സോഫ്റ്റ്വെയർ. ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് മാർബിൾ എന്ന സോഫ്റ്റ്വെയർ. ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് മാർബിൾ എന്ന സോഫ്റ്റ്വെയർ. ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ ഗ്ലോബ് ഭൂപട രൂപങ്ങളിൽ കണ്ടെത്തുന്നതിനെ മാർബിൾ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ ഗ്ലോബ് ഭൂപട രൂപങ്ങളിൽ കണ്ടെത്തുന്നതിനെ മാർബിൾ സോഫ്റ്റ്വെയറാണ് സഹായിക്കുന്നത്. ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയറാണ് സൺക്ലോക്ക് എന്ന് പറയുന്നത്. ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ കാൽസ്യം എന്ന് വിളിക്കുന്നത്. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് കാൽസ്യം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയ ഉപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാമുണ്ട്, അതാണ് എക്സ് ലേണിംഗ് എന്ന് പറയുന്നത്. ദ എക്സ്ട്രീംലി ഈസി ടു യൂസ് ലേണിംഗ് അതോറിറ്റി ടൂൾ എന്നുള്ളതാണ് XEയുടെ പ്രത്യേകത. അപ്പോൾ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയ ഉപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാമാണ് XE ലേണിംഗ് അഥവാ എക്സ്ട്രീംലി ഈസി ടു യൂസ് എന്ന ലേണിംഗ് അതോറിറ്റി ടൂൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ പ്രോഗ്രാം എക്സ് ലേണിംഗ് അധ്യാപകരെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ പ്രോഗ്രാം XE ലേണിംഗ് അധ്യാപകരെ സഹായിക്കുന്നു. കുട്ടികൾക്ക് മൗസ്, കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അവസരം ലഭിക്കുന്ന സോഫ്റ്റ്വെയറാണ് ജാവ ഹോട്ട് പൊട്ടറ്റോസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മൗസ്, കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അവസരം ലഭിക്കുന്ന സോഫ്റ്റ്വെയറാണ് ജാവ ഹോട്ട് പൊട്ടറ്റോസ് എന്ന സോഫ്റ്റ്വെയർ. ഒരു ചിത്ര ആൽബം നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഒരു സചിത്ര ആൽബം നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ പേരാണ് F-Gallery എന്നാണ് പറയുന്നത്. F-Gallery എന്ന് പറയുന്നത് ചിത്ര ആൽബം നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോഗ്രാമാണ് F-Gallery. ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നൽകാനുള്ള സൗകര്യവും F-Galleryയിൽ ലഭ്യമായിട്ടുള്ളതാണ്. ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകാനുമുള്ള സൗകര്യവും F-Galleryയിൽ ലഭ്യമാണ്. ഇൻ്ററാക്റ്റീവ് ഗെയിമുകൾ, കഥകൾ, അനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായ സോഫ്റ്റ്വെയറാണ് സ്ക്രാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ്ററാക്റ്റീവ് ഗെയിമുകൾ, കഥകൾ, അനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ സ്ക്രാച്ച് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് സ്ക്രാച്ചിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയ ഉപാധികളും നിർണ്ണയിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് സ്ക്രാച്ചിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയ ഉപാധികളും നിർമ്മിക്കുന്നത്. ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന സൗജന്യവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് H5P എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സൗജന്യവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് H5P എന്ന് പറയുന്നത്. HTML5 പാക്കേജ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് H5P എന്നത്. HTML5 പാക്കേജ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് H5P എന്ന് പറയുന്നത്. ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ? ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണ്? ആവശ്യമുള്ള സമയത്ത് താൽക്കാലികമായിട്ട് നിർത്തി കുട്ടികളുമായിട്ട് സമ്മതിക്കേണ്ടുന്ന കാര്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് താൽക്കാലികമായിട്ട് നിർത്തി കുട്ടികളുമായിട്ട് സമ്മതിക്കേണ്ടുന്ന കാര്യവും ഇവിടെയുണ്ട്. ഡിജിറ്റൽ പഠന വിഭവം അല്ലെ, ഡിജിറ്റൽ പഠന വിഭവം ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ രൂപീകരിക്കേണ്ട ആശയം സംബന്ധിച്ച ചർച്ചാ സൂചകങ്ങളാണ് വർക്ക് ഷീറ്റുകൾ. അതിനെയാണ് അനുബന്ധമായിട്ട് നൽകേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ രൂപീകരിക്കേണ്ട ആശയം സംബന്ധിച്ച ചർച്ച സൂചകങ്ങൾ അല്ലെങ്കിൽ വർക്ക് ഷീറ്റുകൾ ഇവയൊക്കെ അനുബന്ധമായിട്ട് നൽകേണ്ടതാണെന്നാണ് പറയപ്പെടുന്നത്.
നേടിയ വിവരങ്ങൾ ഉറപ്പിക്കുന്നതിനും അവ എല്ലാവരിലും എത്തിക്കുന്നതിനുമായിട്ട് ചർച്ചാ സംഗ്രഹങ്ങൾ അഥവാ നിരീക്ഷണക്കുറിപ്പുകൾ ക്രോഡീകരിച്ച് പ്രദർശിപ്പിക്കേണ്ടതുമാണ്. അല്ലെ, നേടിയ വിവരങ്ങൾ ഉറപ്പിക്കുന്നതിനും അവ എല്ലാവരിലും എത്തിക്കുന്നതിനുമായിട്ട് ചർച്ചാ സംഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണക്കുറിപ്പുകൾ ക്രോഡീകരിച്ച് പ്രദർശിപ്പിക്കേണ്ടതാണ്. പ്രക്രിയയുടെ നടത്തിപ്പ് വിലയിരുത്താനും ഒരു പ്രക്രിയയുടെ നടത്തിപ്പ് വിലയിരുത്തണം അല്ലെങ്കിൽ ഒരു പ്രക്രിയയുടെ നടത്തിപ്പ് വിലയിരുത്തണം. പ്രോസസ് അസസ്മെൻ്റ് എന്ന് നമ്മൾ പറയണം. ഒരു പ്രക്രിയയുടെ നടത്തിപ്പ് വിലയിരുത്തുന്ന പ്രക്രിയയെ വിശേഷിപ്പിക്കുന്നത് പ്രോസസ് അസസ്മെൻ്റ് എന്നാണ്. ഉള്ളടക്ക വിനിമയത്തിനൊരു മൂല്യനിർണ്ണയമുണ്ട്. ഉള്ളടക്ക വിനിമയത്തിന് ഒരു മൂല്യനിർണ്ണയമുണ്ട്. അതാണ് കണ്ടന്റ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഉള്ളടക്ക വിനിമയത്തിൻ്റെ മൂല്യനിർണ്ണയത്തിന് കണ്ടന്റ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇനി തുടർ പ്രവർത്തനങ്ങൾ നൽകണം. തുടർ പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങൾ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തുടർ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ്? ആവശ്യമുള്ള സമയത്ത് കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വളർത്തുന്നതിനും ആവശ്യമായ പഠനബോധന വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനുമൊക്കെ സഹായകമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയുള്ളത് ഇലക്ട്രോണിക് പാഠ ആസൂത്രണം എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ്? ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠനബോധന വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിന് സഹായകമാകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പഠന ആസൂത്രണം അഥവാ ടീച്ചിങ് മാനുവൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു പുതിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ മാതൃകയായി ഉപയോഗിക്കുന്ന ഫയലുകൾ എന്താണ്? ടെംപ്ലേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടെംപ്ലേറ്റുകൾ. ഒരു പുതിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ മാതൃകയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടെംപ്ലേറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടെംപ്ലേറ്റുകൾ. ഒരു പുതിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കാനായിട്ട് മാതൃകയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടെംപ്ലേറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങളുണ്ട്. ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് എന്നാണ് പറയുന്നത്. ഹൈപ്പർ ലിങ്ക്. ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൈപ്പർ ലിങ്ക്. പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT പുസ്തകങ്ങൾ വിഭവ പുസ്തകങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT പുസ്തകങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? അത് വിഭവ പുസ്തകങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് കളിപ്പെട്ടി എന്ന പേരിലാണ്. അപ്പോൾ കളിപ്പെട്ടി എന്താണ്? 1 മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റികളുടെ പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കളിപ്പെട്ടി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിഗണിക്കാനും അവർക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും കളിപ്പെട്ടി പുസ്തകങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിഗണിക്കാനും അവർക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും കളിപ്പെട്ടി പുസ്തകങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ കഴിയാറുണ്ട്. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് വിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് വിദ്യ എന്ന പേരിലാണ്. ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ICT സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിന് വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലിൻ്റെ പേരാണ് സമഗ്ര എന്ന് പറയുന്നത്. ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ICT സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിന് വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത്. പഠനപുസ്തകങ്ങളുടെ വിനിമയം വീഡിയോകളുടെ രൂപത്തിൽ ലഭ്യമാകുന്ന ഒരു പഠന മാനേജ്മെൻറ്റ് പോർട്ടലാണ് ഖാൻ അക്കാഡമി. പഠനപുസ്തകങ്ങളുടെ വിനിമയം വീഡിയോകളുടെ രൂപത്തിൽ ലഭ്യമാകുന്ന ഒരു പഠന മാനേജ്മെൻറ്റ് പോർട്ടൽ ആണ് ഖാൻ അക്കാഡമി. ഖാൻ അക്കാഡമി പോർട്ടലിലെ തിരഞ്ഞെടുത്ത ചില വിഭവങ്ങൾ സമഗ്ര പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖാൻ അക്കാദമി പോർട്ടലിലെ തിരഞ്ഞെടുത്ത ചില വിവരങ്ങൾ സമഗ്ര പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഭവങ്ങൾക്കായിട്ട് ആശ്രയിക്കാവുന്ന ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പാഠശാല എന്ന് പറയുന്നത്. വിഭവങ്ങൾക്കായിട്ട് ആശ്രയിക്കാവുന്ന ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പാഠശാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോർട്ടലുണ്ട്. എന്താണ് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോർട്ടലിൻ്റെ പേര്? അതാണ് ദീക്ഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദീക്ഷ. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോർട്ടലാണ് ദീക്ഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ദീക്ഷ. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്നാണ് ദീക്ഷ അറിയപ്പെടുന്നത്. പരിമിതികളുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കാവുന്ന വാണിജ്യപരമായി നിർമ്മിച്ചതോ അല്ലാത്തതോ ആയ ഉപകരണങ്ങളാണ്
സഹായ സാങ്കേതിക വിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിമിതികളുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കാവുന്ന വാണിജ്യപരമായി നിർമ്മിച്ചതോ അല്ലാത്തതോ ആയ ഉപകരണങ്ങളെയാണ് സഹായ സാങ്കേതിക വിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത് അയാളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളുണ്ട്. ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത് അയാളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളുണ്ട്. അവയാണ് അനുരൂപമാക്കിയ സാങ്കേതിക വിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. അനുരൂപമാക്കിയ അല്ലെങ്കിൽ അനുരൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത് അയാളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് അനുരൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിമിതികളുള്ളവർക്കും വൈവിധ്യമുള്ളവർക്കും സ്കൂൾ, വീട്, ജോലി തുടങ്ങിയ ഇടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഉപകരണങ്ങളാണ് പുനരധിവാസ ഉപകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിമിതികളുള്ളവർക്കും വൈവിധ്യമുള്ളവർക്കും സ്കൂൾ, വീട്, ജോലി തുടങ്ങിയ ഇടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഉപകരണങ്ങളാണ് പുനരധിവാസ ഉപകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠന പരിമിതി അനുഭവപ്പെടുന്ന ആളുകളുണ്ട് പഠന പരിമിതി അനുഭവപ്പെടുന്ന ആളുകൾക്ക് ICT സഹായ സംവിധാനങ്ങളുണ്ട് പഠന പരിമിതി അനുഭവപ്പെടുന്ന ആളുകൾക്ക് ICT സഹായ സംവിധാനങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് കമ്പ്യൂട്ടർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്ക്രീൻ റീഡർ എന്നാണ് പറയുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് കമ്പ്യൂട്ടർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറാണ് സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ. അച്ചടിച്ച ഒരു ഡോക്യുമെൻ്റ് ക്യാമറയുടെയോ സ്കാനറിൻ്റെയോ സഹായത്തോടെ ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ, അതാണ് ലിയോസ് എന്ന് പറയുന്നത്. അച്ചടിച്ച ഒരു ഡോക്യുമെൻ്റ് ക്യാമറയുടെയോ സ്കാനറിൻ്റെയോ സഹായത്തോടെ ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ലിയോസ് എന്ന് പറയുന്നത്. ലിനക്സ് ഇൻ്റലിജൻ്റ് OCR സൊല്യൂഷൻ എന്നാണ് ലിനക്സിൻ്റെ പൂർണ്ണരൂപം. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രിൻ്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രിൻ്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അതാണ് ശാരദ ബ്രെയിലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശാരദ ബ്രെയിലി. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രിൻ്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് ശാരദ ബ്രെയിലി. കേൾവി പരിമിതിയുള്ളവർക്ക് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞ് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ദൃശ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കേൾവി പരിമിതിയുള്ളവർക്ക് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞ് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ദൃശ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്കും എഴുതാൻ അറിയാത്തവർക്കും തങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഗൂഗിളിൽ വിവരങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്. ആ ടൂളാണ് Gboard എന്നാണ് പറയുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്കും എഴുതാൻ അറിയാത്തവർക്കും തങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഗൂഗിളിൽ വിവരങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന ടൂളാണ് Gboard എന്ന് പറയുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സോഫ്റ്റ്വെയറുകളാണ് ശബ്ദലേഖന സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സോഫ്റ്റ്വെയറുകളാണ് ശബ്ദലേഖന സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദലേഖന സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി എന്ന് പറയുന്നത്. ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദലേഖന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഒഡാസിറ്റി. കുട്ടികളിൽ പുസ്തകപരിചയം വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ച പരിമിതിയുള്ളവർക്ക് പഠന സഹായിയായും പ്രയോജനപ്പെടുന്ന വായനയുടെ റെക്കോർഡിംഗാണ് ഓഡിയോ ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടികളിൽ പുസ്തകപരിചയം വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ച പരിമിതിയുള്ളവർക്ക് പഠന സഹായിയായും പ്രയോജനപ്പെടുന്ന വായനയുടെ റെക്കോർഡിംഗാണ് ഓഡിയോ ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗജന്യമായി പശ്ചാത്തല ശബ്ദവും സംഗീതവും ഡൗൺലോഡ് ചെയ്യുന്നതിനായി യൂട്യൂബ് ആരംഭിച്ച ചാനൽ ആണ് ഓഡിയോ ലൈബ്രറി. സൗജന്യമായിട്ട് പശ്ചാത്തല ശബ്ദവും സംഗീതവും ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് യൂട്യൂബ് ആരംഭിച്ച ചാനലാണ് ഓഡിയോ ലൈബ്രറി എന്ന് പറയുന്നത്. മൊബൈൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള അറിവ് നിർമ്മാണമാണ് ലേണിംഗ് അഥവാ മൊബൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. മൊബൈൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള അറിവ് നിർമ്മാണമാണ് ലേണിംഗ് അഥവാ മൊബൈൽ ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1970 അലൻ കെ എന്ന പണ്ഡിതനാണ്. ലേണിംഗ് എന്ന് വെച്ചാൽ മൊബൈൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള അറിവ് നിർമ്മാണത്തിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1970 അലൻ കെ ആണ്. മൊബൈൽ ഫോണിലെ വിഭവങ്ങൾ പ്രൊജക്ടറിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്ക്രീൻ കാസ്റ്റ് എന്ന സംവിധാനം.
മൊബൈൽ ഫോണിലെ വിവരങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ വിഭവങ്ങൾ പ്രൊജക്ടറിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്ക്രീൻ കാസ്റ്റ് എന്ന സംവിധാനം. കമ്പ്യൂട്ടറുകളും ആധുനിക വിവരവിനിമയ സാങ്കേതിക സാധ്യതകളും തുറന്നു തരുന്ന ലോകമാണ് സൈബർ ലോകമെന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറുകളും ആധുനിക വിവരവിനിമയ സാധ്യതകളും തുറന്നു തരുന്ന ലോകമാണ് സൈബർ ലോകം. സൈബർ ലോകത്ത് അംഗമായിരിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് സൈബർ പൗരൻ എന്ന പേരിലാണ്. സൈബർ ലോകത്ത് അംഗമായിരിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് സൈബർ പൗരൻ അഥവാ സൈബർ സിറ്റിസൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൈബർ ലോകത്ത് അംഗമായിരിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് സൈബർ പൗരൻ അഥവാ സൈബർ സിറ്റിസൺ എന്നാണ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടോ അവ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യങ്ങളെന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടോ അവ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ഓരോ രാജ്യത്തും സൈബർ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ഓരോ രാജ്യത്തും സൈബർ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു സമൂഹത്തെയോ രാജ്യത്തെയോ കമ്പ്യൂട്ടർ ശൃംഖലയെയോ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നതാണ് സൈബർ ക്രൈം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു സമൂഹത്തെയോ രാജ്യത്തെയോ കമ്പ്യൂട്ടർ ശൃംഖലയെയോ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ക്രൈം എന്ന പേരിലാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ടോർട്സ് എന്ന പേരിലാണ്. സൈബർ ടോർട്സ് ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ടോർട്സ് എന്ന പേരിലാണ്. സ്വന്തം ആനന്ദത്തിനായി ഒരാൾ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിലെ സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ മോഷ്ടിക്കുകയോ വിവരങ്ങളിൽ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയക്കാണ് ഹാക്കിംഗ് എന്നാണ് പറയുന്നത്. സ്വന്തം ആനന്ദത്തിനായി ഒരാൾ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിലെ സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ മോഷ്ടിക്കുകയോ വിവരങ്ങളിൽ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹാക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഹാക്കർമാർ 3 തരത്തിലാണ് ഉള്ളത്. ഹാക്കർമാർ എത്ര തരത്തിലാണ്? 3 തരത്തിലാണ് ഹാക്കർമാർ ഉള്ളത്. ഒന്നാമത്തേത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നു. ഒന്നാമത്തെ ഹാക്കർമാർ അറിയപ്പെടുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറുകൾക്ക് ദോഷം ചെയ്യാതെ ഒരാളുടെ ഹാക്കിംഗ് കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത് ഈ വൈറ്റ് ഹാക്കേഴ്സ്. ഇവർ എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. കമ്പ്യൂട്ടറുകൾക്ക് ദോഷം ചെയ്യാതെ ഒരാളുടെ ഹാക്കിംഗ് കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് വൈറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും ഇവർ അറിയപ്പെടാറുണ്ട്. ഇനി അടുത്ത ഹാക്കേഴ്സാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് അഥവാ കറുത്ത തൊപ്പി വെച്ച ഹാക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സ്വന്തം നേട്ടത്തിന് വേണ്ടി ദുരുദ്ദേശത്തോടുകൂടി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാക്കർമാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആരാണ്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് സ്വന്തം നേട്ടത്തിന് വേണ്ടി ദുരുദ്ദേശ്യത്തോടുകൂടി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാക്കർമാരാണ് ഈ പറയുന്ന ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയുള്ളത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സാണ്. ആരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആരാണ്? പ്രത്യേക ലക്ഷ്യങ്ങളില്ലാതെ സ്വന്തം ഹാക്കിംഗ് കഴിവ് തെളിയിക്കാനായിട്ട് ചെയ്യുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉടമയുടെ അറിവോ അനുമതിയോ കൂടാതെ ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളുടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ ദുരുദ്ദേശത്തോടെ പ്രവേശിച്ച് സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാന പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രസ്തുത സംവിധാനങ്ങളെ മുഴുവൻ തകരാറിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രക്രിയയാണ് ക്രാക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ക്രാക്കിംഗ്? ഉടമയുടെ അറിവ് കൂടാതെ, ഉടമയുടെ അനുമതി കൂടാതെ, ഉടമയുടെ സമ്മതം കൂടാതെ ഉടമയെ തെറ്റിദ്ധരിപ്പിച്ച് അയാളുടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്ക് സംവിധാനത്തിലോ ദുരുദ്ദേശത്തോടെ പ്രവേശിച്ച് സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാന പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രസ്തുത സംവിധാനങ്ങളെ മുഴുവൻ തകരാറിലാക്കുന്ന കുറ്റകൃത്യമാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്രാക്കിംഗ് സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായി, സംസ്കാരത്തിനെതിരായി, സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായി, രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായി നടത്തുന്ന ആക്രമണങ്ങളാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. അതായത് സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് എതിരായിട്ട്, സംസ്കാരത്തിനെതിരായിട്ട്, സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായിട്ട്, രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങളാണ് സൈബർ ടെററിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കരുതിക്കൂട്ടി ഇരയെ ഭയപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ
ഭീഷണിപ്പെടുത്താനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? കരുതിക്കൂട്ടി ഇരയെ ഭയപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി സൈബർ സ്റ്റാക്കിംഗ് നടത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണെങ്കിൽ അതറിയപ്പെടുന്ന പേരാണ് സൈബർ ബുള്ളിയിങ് എന്നാണ് അറിയപ്പെടുന്നത്. സൈബർ സ്റ്റാക്കിംഗ് നടത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണെങ്കിൽ അതറിയപ്പെടുന്നത് സൈബർ ബുള്ളിയിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൻതുക പ്രതിഫലം നൽകാമെന്ന വാഗ്ദാനത്തിലൂടെയും മറ്റും ആളുകളെ പ്രലോഭിതരാക്കിക്കൊണ്ട് വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ച് പണം തട്ടുന്ന രീതി അറിയപ്പെടുന്നതാണ് നൈജീരിയൻ 419 അല്ലെങ്കിൽ 419 എന്നത്. വൻതുക പ്രതിഫലം നൽകാമെന്ന വാഗ്ദാനത്തിലൂടെയും മറ്റും ആളുകളെ പ്രലോഭിതരാക്കിക്കൊണ്ട് വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ച് പണം തട്ടുന്ന രീതി അറിയപ്പെടുന്നതാണ് നൈജീരിയൻ 419 എന്ന് പറയുന്നത്. നൈജീരിയൻ 419 എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഫിഷിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിഷിംഗ്, അതായത് ഒരു വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഫിഷിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിഷിംഗ് എന്താണ് ഫിഷിംഗ് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഫിഷിംഗ് എന്താണ്? പുതുതായി ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വരികയും അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന സൈബർ ലോകത്തെ ആക്രമണമുണ്ട്. അതായത് പുതുതായി ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വരികയും അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന സൈബർ ലോകത്തെ ആക്രമണമാണ് ട്രോജൻ കുതിര ആക്രമണം എന്നാണ് പറയുന്നത്. ട്രോജൻ കുതിരയാക്രമണം. പുതുതായി ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വരികയും അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന സൈബർ ലോകത്തെ ആക്രമണമാണ് ട്രോജൻ കുതിര ആക്രമണം എന്ന് പറയുന്നത്. സൈബർ ലോകത്തെ ആക്രമണകാരികളായ പ്രോഗ്രാമുകൾ, അല്ലെ? സൈബർ ലോകത്തെ ആക്രമണകാരികളായ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് ആണ് സൈബർ ലോകത്തെ ആക്രമണകാരികളായ പ്രോഗ്രാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഇമെയിൽ വിലാസത്തിലേക്ക് ഒട്ടനവധി മെയിലുകൾ അയച്ച് ഇരയുടെ മെയിൻ ഇൻബോക്സ് നിറയ്ക്കുന്ന ആക്രമണമാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഒരു മെയിൽ വിലാസത്തിലേക്ക്, അതായത് ഇമെയിൽ വിലാസത്തിലേക്ക് ഒട്ടനവധി മെയിലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ട് ആ മെയിൽ ബോക്സ് നിറയ്ക്കുന്ന ആക്രമണത്തിനെയാണ് നമ്മൾ ഇമെയിൽ ബോംബിംഗ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാ രൂപത്തിനെയാണ് നമ്മൾ CIA ട്രയൽ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. CIA ട്രയൽ. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാ രൂപമാണ് CIA ട്രയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സി എന്നത് കോൺഫിഡൻഷ്യാലിറ്റി അഥവാ സ്വകാര്യതയാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി അഥവാ സ്വകാര്യത. ഐ എന്ന് വെച്ചാൽ ഇൻറ്റഗ്രിറ്റി അഥവാ സമ്പൂർണ്ണത, സമഗ്രത എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇൻറ്റഗ്രിറ്റി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി അഥവാ ലഭ്യതയാണ്. എ അവൈലബിലിറ്റിയാണ്. അപ്പോൾ CIA എന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി എന്നിവയാണ് ഇത്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് നേരിട്ടോ മറഞ്ഞു നിന്നോ ക്യാമറയിലൂടെയോ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ഷോൾഡർ സർഫിംഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഷോൾഡർ സർഫിംഗ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നതോ നേരിട്ടോ മറഞ്ഞു നിന്നോ ക്യാമറയിലൂടെയോ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഷോൾഡർ സർഫിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഷോൾഡർ സർഫിംഗ്. ഒരാളുടെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ വേർതിരിച്ചറിയാനായിട്ട് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ബയോമെട്രിക് വേരിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ബയോമെട്രിക് വേരിഫിക്കേഷൻ. ഒരാളുടെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ വേർതിരിച്ചറിയാനായിട്ട് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ബയോമെട്രിക് വേരിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഒരു നെറ്റ്വർക്കിലെ ഒരു അംഗീകൃത വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ്വെയർ ഉപകരണമുണ്ട്. ഒരു നെറ്റ്വർക്കിലെ ഒരു അംഗീകൃത വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ്വെയർ ഉപകരണമാണ് സെക്യൂരിറ്റി ടോക്കൺ എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി ടോക്കൺ. ഒരു നെറ്റ്വർക്കിൽ ഒരു അംഗീകൃത വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ്വെയർ ഉപകരണമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്യൂരിറ്റി ടോക്കൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. 3 തരം എൻക്രിപ്ഷൻ രീതികളുണ്ട്, അല്ലേ? എൻക്രിപ്ഷൻ രീതികൾ 3 തരത്തിലുണ്ട്. അതിലൊന്നാമത്തത് ഹാഷിംഗ് എന്ന് പറയുന്നു. രണ്ടാമത്തേത് സിമട്രിക് രീതികൾ എന്ന് പറയുന്നു. മൂന്നാമത്തേത് അസിമെട്രിക് രീതികൾ എന്നും പറയുന്നു. അപ്പോൾ എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ ആണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. 3 തരം എൻക്രിപ്ഷൻ രീതികളുണ്ട്.
അതിലൊന്ന് ഹാഷിങ് അല്ലേ, ഒന്നാമത്തേത് ഹാഷിംഗ് ആണ്, രണ്ടാമത്തേത് സിമെട്രിക് രീതികളാണ്, മൂന്നാമത്തേത് അസിമെട്രിക് രീതികളെന്ന് പറയും. ഇനി ഡിജിറ്റൽ സന്ദേശങ്ങളുടെയോ പ്രമാണങ്ങളുടെയോ വിശ്വസനീയത സ്ഥാപിക്കുന്നതിനായിട്ട് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമുണ്ട്. ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും വിശ്വസനീയത സ്ഥാപിക്കുന്നതിനായിട്ട് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമുണ്ട്. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും വിശ്വസനീയത സ്ഥാപിക്കുന്നതിനായിട്ട് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമാണ് ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലൂടെ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്പോർട്ടാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലൂടെ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്പോർട്ടാണ് ഡിജിറ്റൽ പാസ്പോർട്ട്. നശീകരണ സ്വഭാവമുള്ള സോഫ്റ്റ്വെയർ കണ്ടെത്തി അവയുടെ പ്രവർത്തനം തടയുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. നശീകരണ സ്വഭാവമുള്ള സോഫ്റ്റ്വെയർ കണ്ടെത്തി അവയുടെ പ്രവർത്തനം തടയുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കോ നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായി ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കോ നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായിട്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. വിവിധ തരം ഫയർവാളുകൾ ഉണ്ട് അല്ലേ, വിവിധ തരം ഫയർവാളുകളുണ്ട്. അതിലൊന്ന് പാക്കറ്റ് ഫയർവാൾസ് എന്ന് പറയുന്നതുണ്ട്, സ്റ്റേറ്റ്ഫുൾ ഫയർവാൾസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫയർവാൾസ് ഉണ്ട്, പ്രോക്സി ഫയർവാൾസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കോ നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായിട്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ. വിവിധ തരം ഫയർവാളുകളുണ്ട്. ഒന്ന് പാക്കറ്റ് ഫയർവാൾസ്, അടുത്തത് സ്റ്റേറ്റ്ഫുൾ ഫയർവാൾസ്, പിന്നെയുള്ളത് ആപ്ലിക്കേഷൻ ഫയർവാൾസ്, പിന്നെയുള്ളത് പ്രോക്സി ഫയർവാൾസ് എന്നിവയാണ്. ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യവും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായിട്ട് വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തെയോ നിയമങ്ങളുടെ സഞ്ചയത്തെയോ അറിയപ്പെടുന്നതാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യവും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായിട്ട് വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തെയോ നിയമങ്ങളുടെ സഞ്ചയത്തെയോ അറിയപ്പെടുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമം എന്നാണ്. സൈബർ മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായ നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം. 2000 വിവര സാങ്കേതിക വിദ്യാ നിയമം സൈബർ മേഖലയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നിയമമാണ്. ഈ വിവര സാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്ന വർഷം ഒക്ടോബർ 17, 2000 ആണ്ടാണ്. അപ്പോൾ 2000 ആണ്ട് ഒക്ടോബർ 17-നാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്നത്. ഈ വിവരവിനിമയ സാങ്കേതിക വിദ്യാ നിയമം 2000 ഉണ്ടായ വിവര സാങ്കേതിക വിദ്യാ നിയമത്തിനെ ഭേദഗതി ചെയ്ത വർഷമാണ് 2009 ഒക്ടോബർ 27 എന്ന് പറയുന്നത്. വിവരവിനിമയ സാങ്കേതിക വിദ്യാ നിയമം 2000-നെ ഭേദഗതി ചെയ്ത വർഷമാണ് 2009 ഒക്ടോബർ 27 എന്ന് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്